ലൈവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിൽക്കുന്ന ബ്രൈമൂറാണ്. ബ്രൈമൂർ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് മേളിലോട്ട് കയറാൻ ഒത്തിരി പാടാണ്, അപ്പോൾ പ്രയാസമുണ്ട്. കാര്യം ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്ററിൻ്റെ മേളിൽ നമ്മൾ നടന്നെത്തിയാൽ മാത്രമേ അതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ എത്തിയത് സമയം ലേറ്റായിപ്പോയി, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നമുക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ അതുമാത്രമല്ല, നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് അത്യാവശ്യം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലവും കൂടിയാണ് ബ്രൈമൂർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള നല്ല മനോഹരിതമായിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും വന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് 45 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബ്രൈമോർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാം. അവിടെ വെള്ളച്ചാട്ടവും അതേപോലെ മറ്റുള്ള നല്ല കാഴ്ചകളും നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ്. നല്ല മനോഹരമായുള്ളൊരു സ്ഥലവും കൂടിയാണ് ബ്രൈമോർ എന്ന് പറയുന്ന സ്ഥലം. സ്ഥലവും താമസവും തൊട്ടടുത്ത് മങ്കയം എന്ന സ്ഥലത്താണ്. ഇവിടെ നല്ല ശുദ്ധമായ വായു, നല്ല വെള്ളം, ഏറ്റവും കൂടുതൽ കാറ്റ് കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. വേറെ പ്രശ്നങ്ങളില്ല, അപകടമില്ലാത്ത വെള്ളച്ചാട്ടം, ഏത് കുട്ടികൾക്കും കുളിക്കാമെന്നുള്ളത്, സേഫായിട്ടുള്ള കെട്ടിടങ്ങൾ. അവിടെ റൂം എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് യാതൊരുവിധ ശല്യവും ഒന്നും ഇല്ലാത്തൊരു നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, പ്രകൃതി അന്ന് നല്ല ശുദ്ധമായ വായുവും വെള്ളവും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതിനുവേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു മനോഹരമായുള്ള കാണുന്ന മല നിരപ്പുകൾ, അവിടെ ഇരുന്ന് യഥേഷ്ട സമയം ഇരുന്ന് റെസ്റ്റ് ചെയ്യാനുള്ളത്, ഭക്ഷണം കഴിക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ശരി ചേട്ടാ, ഞങ്ങളോട് കൂടെ സഹകരിച്ചു. ഓക്കെ, എന്താണ് ബ്രൈമൂറിന്റെ പ്രത്യേകത? എന്താണ് ബ്രൈമൂർ ഇപ്പോൾ ടൂറിസ്റ്റ് നല്ല രീതിയിൽ ടൂറിസമായി പോകുന്നുണ്ട്. പുറത്തുനിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് താമസിക്കാനുള്ള കെട്ടിടങ്ങളുണ്ട്, നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇഷ്ടംപോലെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പിന്നെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് പേര് വരാറുണ്ട് ഇവിടെ? ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് സീസൺ കാര്യങ്ങൾ, ഞായർ ദിവസങ്ങളിൽ, അവധി ദിവസങ്ങൾ, സർക്കാർ അവധി ദിവസങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ. ഇവിടെ ശരിക്കും വെള്ളച്ചാട്ടം മാത്രമാണോ ഉള്ളത്? വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ പോയിരുന്ന് ഭക്ഷണം കഴിക്കാൻ എടുക്കാൻ ഒരു ഹെലിപ്പാഡുണ്ട്. അതെവിടെയാണ് വരുന്നത്? അത് ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ടുണ്ടല്ലേ? നമുക്ക് ഇന്ന് പോയാൽ അത് കാണാൻ സാധിക്കും. എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. ശരി ചേട്ടാ, ഓക്കെ, ഇത്രയും നേരം ഞങ്ങളുള്ള സഹകരിച്ചത് നന്ദി. ഓക്കെ. പിന്നെ ആൾക്കാർക്ക് കുളിക്കാനും, സ്ത്രീകൾക്ക് പ്രത്യേകം കുളിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം കുളിക്കാൻ, അങ്ങനെയുള്ള നല്ല സൗകര്യങ്ങളുണ്ട്. പിന്നെ വെള്ളച്ചാട്ടം ഒക്കത്തിൽ നിന്ന് കാണാനൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ചെറിയ ഔഷധ ചെടികൾ, പിന്നെ നല്ല ക്ലൈമറ്റ്. ആൾക്കാർ അങ്ങനെ ഇത് കാണാൻ വേണ്ടി വന്ന് കണ്ടുപോകും. ഓക്കെ, ശരി ചേട്ടാ, ഇത്രയും നേരം സഹകരിച്ചത്. സ്ഥലമാണ് ബ്രൈമൂറിൽ പോകാനുള്ള വഴി എന്ന് പറയുന്നത്. കാര്യം ഏകദേശം ഒരു 3 കിലോമീറ്റർ അപ്രോക്സിമേറ്റ് അതിന് ഡിസ്റ്റൻസ് വരും. അതേപോലെ തന്നെ നമുക്കിവിടുന്ന് പോകണമെങ്കിൽ ഒരു ജീപ്പിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഒരു സാധാരണ വെഹിക്കിൾ നമുക്ക് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിയുന്ന സമയത്ത് പിന്നെ മൺ റോഡാണ്. അപ്പോൾ പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോകണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് ഓടുന്ന വെഹിക്കിൾ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം. കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം ആണ്. അപ്പോൾ അവിടെ എന്തായാലും കണ്ടു നോക്കണമെങ്കിൽ ഒരാൾക്ക് 200 രൂപ ടിക്കറ്റാണ്. അതേപോലെ ഒരു കാറിനാണെങ്കിൽ 200 റുപ്പീസാണ്, ബൈക്കിന് 100 റുപ്പീസാണ് കയറി പോകുന്നതിന് വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആൾക്കാർ കയറി പോകണം, കാണുകയും ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാൻ കാര്യം നല്ലൊരു സ്ഥലമാണ്. നിങ്ങൾ കണ്ടു നോക്കാം എന്തായാലും. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ.